ഇനി നമുക്കൊരു പാരയാകുന്ന ലക്ഷണമാണ്. പ്രിയപ്പെട്ട യൂട്യൂബ് നിവാസികളെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്ന പട്ടമാണ് அடிதடி அரைதடி சரவெல்லாம் தூக்கு உன்ன தலைவர் இப்படி கெங்கா என்ன எத்தா கெத்தா அப்படிங்கிறதே சும்மா கீழே கருப்பு தோலோட சிங்கவர സീനോட ഇറങ്ങി பார்த்த பார் சும்மா கீழே. ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിൽ സെന്റിമെന്റ് സീൻ കണ്ടാൽ നമ്മൾ ചിരിക്കും, ആക്ഷൻ സീൻ കണ്ടാൽ കരയും, ലവ് സീൻ കണ്ടു കഴിഞ്ഞാൽ ക്രിഞ്ചടിക്കും, കോമഡി സീൻ കണ്ടു കഴിഞ്ഞാൽ തല തല്ലി ചാവാൻ തോന്നും. പിന്നെ ഈ പടത്തിന്റെ മെയിൻ തീമാണ് തങ്കച്ചി തങ്കച്ചൻ പാസം. അത് മാത്രമല്ല, 74 വയസ്സുള്ള നമ്മുടെ തലവരുടെ പാട്ടിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് 67 വയസ്സുള്ള കൊലപ്പുള്ളി ലീലയാണ്. അത് മാത്രമല്ല, നമ്മുടെ തലവരുടെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് 30 വയസ്സ് മാത്രം പ്രായമുള്ള തൃപ്പൂണിത്തുറയിലെ 2020 സ്ഥാനാർത്ഥിയാണ്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വന്നത്. അപ്പോൾ രണ്ടെണ്ണത്തിലും മികവ് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രാഷ്ട്രീയത്തിലും എനിക്ക് എന്റെ മികവ് ജനങ്ങളുടെ ഒരു മകളായിട്ടൊന്നും തെളിയിക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. പെങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്നത് തലവരുടെ മോളെയും കാട്ടി 10 വയസ്സ് കുറവുള്ള കീർത്തി സുരേഷ്. ശിവ എന്നടാ പണി വെച്ചിരിക്ക. പിന്നെ ഈ സിനിമയിൽ നമ്മുടെ തലവര് വാ തുറന്നു കഴിഞ്ഞാൽ പിന്നെ തത്വം മാത്രമേ പറയുള്ളൂ. തലവരുടെ തത്വം പറിച്ചിട്ട് കാരണം തട്ടിയും മുട്ടിയും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. 1000 ஏக்கர் நிலம் உங்ககிட்ட இருந்தாலும் போகும்போது ஒரு பிடி மண்ணு கூட உன்னால எடுத்துட்டு போக முடியாது. ஆளுமே அதிகாரங்கிறது இல்லாதவங்க கிட்ட அடிச்சு புடுங்கிறது இல்ல, அவங்களுக்காக துடிச்சு கொடுக்கிறது. ஓகே தோகே மோர கிடையாது. சாமிக்கு வெள்ளி கோசம் கொடுத்தவன் மனசு சந்தோஷப்படும், இல்லாதவனுக்கு அள்ளி கொடுத்து பாரு, அந்த சாமியே சந்தோஷப்படும். അമ്മ കണ്ട കോല എന്റെ ഗതികേടിലായി പോയി. തലവർക്ക് 10 വയസ്സുള്ളപ്പോൾ പ്രസവത്തിനിടെ തലവരുടെ അമ്മ മരിക്കും. അതായത് നമ്മുടെ തലവരും കീർത്തി സുരേഷുമായിട്ടുള്ള ഏജ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 10 വയസ്സാണ്. കഥപ്രകാരം നമ്മുടെ കീർത്തി സുരേഷിന് ഇപ്പൊ പ്രായം 25ആണ്. അതായത് 10 വയസ്സ് ഗ്യാപ്പ്. തലവർക്ക് അപ്പം 35 വയസ്സേ ഉള്ളൂ. പക്ഷെ തലവർക്ക് തീരെ വയ്യ. ഇതിൻ്റെ അകത്ത് തലവരുടെ കുറച്ച് ഡാൻസ് സ്റ്റെപ്പുകൾ ഉണ്ട്. തലവരുടെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നടന്നും സ്പീഡിൽ നടക്കും. പിന്നെ കൈ മുകളിലേക്കും താഴേക്കും ആക്കും, അത് മറ്റൊരു സ്റ്റെപ്പ്. പിന്നെ തലവരുടെ ഫൈറ്റ്. തലവർ ഒരു സ്ഥലത്ത് അനങ്ങാതെ നിൽക്കും, ഗുണ്ടകൾ ഓടി വരുന്നു, ഓടി വന്ന് ഇടി വാങ്ങിച്ചിട്ട് പോകുന്നു. അപ്പൊ നമുക്ക് കഥയിലേക്ക് കിടക്കാം. നമ്മുടെ തലവരുടെ തങ്കച്ചിയാണ് കീർത്തി സുരേഷ്. തലവർക്ക് തങ്കച്ചിയോട് ഭയങ്കര പാസമാണ്. പാസത്തിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ തലവരുടെ തങ്കച്ചി ട്രെയിനിൽ വരാൻ നേരത്ത് ട്രെയിനിൽ തങ്കച്ചിയുടെ കൂടെ ഉള്ള എല്ലാവർക്കും ഹോർലിക്സ്, പിസ്ത, ബദാം, ഷേക്ക് എല്ലാം കൊടുത്ത് അവരെ സൽക്കരിക്കും തലവര്. കാരണം എന്താ? തങ്കച്ചിയുടെ കൂടെ അവർ ട്രാവൽ ചെയ്തു എന്നൊറ്റ കാരണം കൊണ്ട്. എങ്ങനെയാടാ ശിവ ആ പേനയൊക്കെ എടുത്തത് എഴുതാൻ തോന്നിയത് നിനക്ക്? തലയിൽ വെച്ചാൽ ചെറിയ ചെറിയ പേനരിക്കും, താഴത്ത് വെച്ചാൽ ചെറിയ ചെറിയ ഉറുമ്പരിക്കും. അങ്ങനെയാണ് നമ്മുടെ കീർത്തി സുരേഷിനെ തലവർ വളർത്തുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ തലവർക്ക് പെട്ടെന്ന് ഒരു ബോധോദയം ഉണ്ടാവുന്നത്. കീർത്തി സുരേഷിന്റെ കല്യാണം ഉടനെ നടത്തണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇവള് വേലി ചാടാനുള്ള ചാൻസ് ഉണ്ട്. അതിനായിട്ട് തലവർക്ക് കുറച്ച് കണ്ടീഷനൊക്കെ ഉണ്ട് കേട്ടാ. തലവരുടെ വീട്ടിന്റെ അകത്തുള്ള സ്പീക്കറിൽ പാട്ട് വെച്ച് കഴിഞ്ഞാൽ കീർത്തി സുരേഷിന് ഭർത്തൃ വീട്ടിലിരുന്ന് ഇത് കേൾക്കാൻ സാധിക്കണം. 5 കിലോമീറ്റർ ചുറ്റളവിൽ ചെക്കന്റെ വീട് വേണം. തലവരുടെ ടോക്സിക് തങ്കച്ചി പാസത്തിനെ കുറിച്ച് അറിയാവുന്ന നാട്ടുകാർ തലവര് ചെക്കനെ കാണാൻ വരുന്നതെന്ന് അറിഞ്ഞാൽ തന്നെ നാട് വിടും. അങ്ങനത്തെ ടോക്സിക് ആണ് നമ്മുടെ തലവർ. അങ്ങനെ അവസാനം നമ്മുടെ തലവരുടെ തങ്കച്ചിക്ക് മാപ്പിള സെറ്റാവും. മാപ്പിള വേറെ ആരുമല്ല, നമ്മുടെ പ്രകാശ് രാജിന്റെ അനിയനാണ്. പ്രകാശ് രാജിന്റെ അനിയൻ ഒരു ഡോക്ടറാണ്. അപ്പൊ തലവർ ഡയലോഗ് അടിക്കും, தங்கச்சி ஒரு கோடீஸ்வரன் கட்டி கொடுத்தாலும் உடம்பு சரியில்லை டாக்டர் கிட்ட தான் கூட்டிட்டு போவா. ஒரு டாக்டருக்கு அவளை கட்டி கொடுத்துட்டா അത് ശരി. അപ്പൊ പൈപ്പ് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ട് പ്ലംബറെ കൊണ്ട് പെങ്ങളെ കെട്ടിക്കോ? എന്തൊക്കെ തോന്നിയ ദിവസമാണ് ഇയാള് പറയണത്. അങ്ങനെ തലവര് നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ ക്ഷണിച്ച് തങ്കച്ചിയുടെ കല്യാണം വലിയ ഗ്രാൻഡ് പരിപാടിയിട്ട് നടത്താൻ നോക്കും. പക്ഷെ കല്യാണം അത് നടക്കുന്നില്ല. കല്യാണ പെണ്ണിനെ കാണാനില്ല. തലവരും തലവരുടെ അവഞ്ചസ് ടീമിലുള്ള ആൾക്കാരും കൂടെ തങ്കച്ചിനെ തേടി നടക്കും. അപ്പോഴാണ് തലവർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. തലവരുടെ തങ്കച്ചി കാണാതല്ല, അവൾ ഒളിച്ചോടി പോയതാണ്. ഇയാളുടെ ഓവർ തങ്കച്ചി പസം കണ്ടപ്പോ എനിക്കറിയാം അവൾ ഒളിച്ചോടി പോകുന്നു. തങ്കച്ചിയുടെ കരച്ചിൽ കണ്ട് സഹിക്കാൻ പറ്റാത്ത തലവര് ആ ഒരുമ്പട്ട കൊടുത്ത് ഈ നാട് വിട്ട് പൊക്കളാൻ പറയും. അങ്ങനെ അണ്ണനും തങ്കച്ചിയും പിരിയുകയാണ്. അവിടെയാണ് ഇന്റർവെൽ. പക്ഷെ നമ്മുടെ തലവരുടെ തങ്കച്ചി പാസം വീണ്ടും പൊങ്ങി വന്നുകൊണ്ട് തലവര് തങ്കച്ചിയെ കാണാൻ വേണ്ടി കൽക്കട്ടയിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ തങ്കച്ചിക്ക് ആകെ ദാരിദ്ര്യം. ഭർത്താവ് ജയിലില് അമ്മായിപ്പനെ വെട്ടിക്കൊന്ന്, കൂടുള്ള വക്കീലിനെ കുത്തിക്കൊന്ന്, അങ്ങനത്തെ മൊത്തം സീനുകൾ. ഇതൊക്കെ കണ്ട് നമ്മുടെ തലവര് തങ്കച്ചി അറിയാതെ സഹായിക്കാൻ നോക്കും. അതിനുവേണ്ടി തലവര് സ്വയം പ്രഖ്യാപിത ലേഡി സൂപ്പർ സ്റ്റാറിനെ വിളിച്ചു വരുത്തും. എന്നിട്ട് ലേഡി സൂപ്പർ സ്റ്റാറിന്റെ കൂടെ നമ്മുടെ തലവര് തങ്കച്ചി താമസിപ്പിക്കും. പക്ഷെ ഈ ഉപകാരങ്ങളൊക്കെ ചെയ്യുന്നത് തലവരാണെന്ന് തങ്കച്ചിക്ക് അറിയില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം തങ്കച്ചിയെ പേടിപ്പിച്ച ഗുണ്ടയെ ഫോളോ ചെയ്തു വന്ന തലവർ അവൻ്റെ അടുത്തുനിന്ന് സത്യങ്ങളെല്ലാം ചോർത്തിയെടുക്കും.
കൽക്കട്ടയിലെ വലിയൊരു ഡോണാണ് മനോജ് പാറേക്കർ. ഈ മനോജ് പാറേക്കർ എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ട്. അതുകൊണ്ട് നമുക്ക് അവനെ MP എന്ന് വിളിക്കാം. ഈ MPക്ക് ഒരു ചേട്ടനുണ്ട്. അവന്റെ പേര് ഉത്തവ് പാറേക്കർ. അവനെ നമുക്ക് ഊപ്പി എന്ന് വിളിക്കാം. ഊപ്പിയുടെ അച്ഛന്റെ സെക്കൻഡ് സെറ്റപ്പിലുണ്ടായ മോനാണ് ഈ MP. ചേട്ടന്റെ നാടവിടാ എന്റെ അച്ഛൻ പണ്ട് അവിടെ ചായക്കട നടത്തിയിരുന്നു. ഇവന്മാര് തമ്മി കണ്ടു കഴിഞ്ഞാൽ അപ്പ ചകടയാണ്. വലിയ വലിയ പണക്കാരർ ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കി കൊടുക്കലാണ് നമ്മുടെ MPയുടെ പണി. അതേപോലെ തന്നെ നമ്മുടെ MP ഒരു ദിവസം കീർത്തി സുരേഷിന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ചെന്നിട്ട് കമ്പനിയുടെ പകുതി ഷെയർ എനിക്ക് തരണം, എനിക്ക് ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കുന്ന ഒരു ചെറിയ ടെക്നിക്ക് കാണിക്കാനെന്ന് പറയും. പക്ഷേ കീർത്തി സുരേഷിന്റെ ഭർത്താവും അത് സമ്മതിക്കില്ല. കാരണം അവർ സത്യസന്ധരാണ്. പക്ഷേ ഇത് നമ്മുടെ MPക്ക് ഇഷ്ടപ്പെടില്ല. MP ഉടനെ തന്നെ കീർത്തി സുരേഷിന്റെ ഭർത്താവിന്റെ പേര് കുറെ കള്ളക്കേസൊക്കെ ആഡ് ചെയ്ത് അമ്മായച്ചനൊക്കെ വെടിവെച്ച് കൊല്ലും. ഈ കഥയെല്ലാം കേട്ട് ചോര കളിച്ച നമ്മുടെ തലവര് നേരെ MPയുടെ ഗോഡൌണിൽ ചെന്ന് MPയുടെ വണ്ടികളെല്ലാം ബോംബിട്ട് നശിപ്പിക്കും. ഓരോ ലോറി പൊട്ടിത്തെറിക്കുമ്പോഴും തലവര് സ്ലോ മോഷനിൽ നടന്നു വന്ന് മീശ പിരിച്ച് മുകളിൽ നിൽക്കുന്ന MPനെ നോക്കിയിട്ട് മാസ് കാണിക്കും. ചവറ് കത്തിച്ച് ആ തീയെടുത്ത് പോലും പോയി നിൽക്കാൻ പറ്റത്തില്ല, ഒടുക്കത്തെ ചൂടായിരിക്കും. അതിന്റെ ഇടയ്ക്കാണ് ലോറി പൊട്ടിത്തെറിക്കുമ്പോൾ ഇയാൾ ഇടയ്ക്കായിരുന്നു നടന്ന സ്ലോ മോഷൻ കളിക്കുന്നത്. എന്നിട്ട് തലവര് അവനെ വിളിച്ചിട്ട് നിന്റെ അഴിവിക്കാലം തുടങ്ങിയടാ, നിന്നെ ഞാൻ നശിപ്പിക്കൂടാന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ പട്ട്. നയൻതാരയുടെ ഇതിലെ പേരാണ് പട്ട്. തലവര് വിളിക്കും പട്ട്. കീർത്തി സുരേഷിന്റെ പേര് തങ്കം എന്നാട്ടോ. തലവര് തങ്കോന്ന് വിളിക്കും. പട്ടി തങ്കത്തിന്റെ അടുത്ത് പറയും നമുക്ക് കേസ് കൊടുത്ത് ഭർത്താവിനെ പുറത്തിറക്കാന്ന്. അപ്പൊ തങ്കം പറയും എന്റെ ഭർത്താവിനെ പുറത്തിറക്കാൻ നോക്കി എല്ലാവരുടെ ഇറച്ചിയിലും മണ്ണ് പറ്റിയിട്ടുണ്ട്. എന്റെ ഭർത്താവിനെ പുറത്തിറക്കാൻ കൂടെ നിന്ന് കഴിഞ്ഞാൽ പട്ടിന്റെ ഇറച്ചിയിലും മണ്ണ് പറ്റും, അതുകൊണ്ട് നമുക്ക് കേസൊന്നും കൊടുക്കണ്ടെന്ന് പറയും. പട്ട് ഉടൻ തന്നെ നമ്മുടെ തലവരെ വിളിച്ച് വിവരം അറിയിക്കും. തലവര ഉടൻ തന്നെ പറയും നീ ഹെഡ്ഫോൺ വെച്ചിട്ട് അവിടുത്തെ ചെല്ലാൻ. എന്നിട്ട് തലവര അവളെ ഉപദേശിക്കും. തങ്കമേ. ഓ അപ്പൊ തങ്കമ്മേതാ പെണ്ണിന്റെ പേര്? തങ്കമ്മ എന്നല്ലടാ പോത്തെ. തങ്കമേ. തലവരുടെ ഈ ഉപദേശം കേട്ടിട്ട് നമ്മുടെ പട്ടുവിന് ധൈര്യം വന്നിട്ട് കേസ് കൊടുക്കാൻ തീരുമാനിക്കും. പക്ഷെ തങ്കത്തിന് ചെറുതായിട്ടൊരു ഡൗട്ട് അടിക്കും. ഈ ഉപദേശക്കണയൊക്കെ കേട്ടിട്ട് നമ്മുടെ അണ്ണന്റെ അതേ ഉപദേശക്കാണ്. അണ്ണൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവള് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് അണ്ണൻ ഒളിച്ചു നിൽക്കും. എന്നിട്ട് തലവരുടെ നാട്ടിലുള്ള അവഞ്ചേഴ്സ് ടീമിലെ ആൾക്കാരെ മൊത്തം കൽക്കട്ടയിലേക്ക് വരാൻ പറയും. എന്നിട്ട് ഈ മണ്ടന്മാരവിടെ വന്നിട്ട് ഔറ ബ്രിഡ്ജിന്റെ കുറുകെ തുണിയൊക്കെ കെട്ടും. എന്തിനാണ് അവിടെ തുണിയൊക്കെ കെട്ടണത്? കാറിൽ IPL കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന നമ്മുടെ MPനെ തലവര് വിളിച്ചിട്ട് പറയും ഇന്ന് മഞ്ചത്തണ്ണി തിരിവിടാന്ന്. ഇത് കേട്ട ഉടനെ നമ്മുടെ MP ലെമൺ ടീ പാലെടുത്ത് ചോദിക്കും എന്താടാ ഈ മഞ്ചത്തണ്ണി തിരിവിടാന്ന്. ലെമൺ ടീ പാലയ്ക്ക് ഇതൊന്നും അറിഞ്ഞൂടാത്തോണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറയും. സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ തലവരുടെ ആൾക്കാർ പാലത്തിന്റെ മുകളിൽ നിന്ന് പെട്രോൾ കാറിലേക്ക് ഒഴിക്കും. അപ്പൊ തന്നെ നമ്മുടെ തലവര് ഗ്രീൻ സ്ക്രീനിൽ ഒരു തണ്ടർബേർഡ് ബൈക്ക് ഓടിച്ചിട്ട് വരും. എന്നിട്ട് തലവര് അരിവാള് വെച്ച് തീ ഉണ്ടാക്കി കാറിലേക്ക് തീ പിടിപ്പിക്കും. സാധാരണ കാറിന് തീ പിടിച്ചാൽ എന്താ ചെയ്യുക? കാറിൽ നിന്ന് ഇറങ്ങി ഓടും. ഇവന്മാര് അങ്ങനല്ല. ഇവന്മാര് കാറിന്റെ പുറത്ത് ഇറങ്ങി നിന്ന് ഇവന്മാര് കാറിന് തീ പിടിക്കുന്ന ഉടനെ അകത്ത് കയറിയിരിക്കും. അപ്പൊ നീ പൊട്ടനാ? അപ്പൊ ഇത്രയും ചെയ്താൽ നീ പൊട്ടനാ? അവസാനം ഈ മണ്ടന്മാർക്ക് ബോധോദയം ഉണ്ടായി കാറിൽ നിന്ന് ഇറങ്ങും. പിറ്റേ ദിവസം അതിരാവിലെ ഇവന്റെ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാവർക്കും ഓരോ മെസ്സേജ് വരും. 11 മണിക്കുള്ളിൽ നിങ്ങളുടെ ബായനെ കൊന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലുന്നു പറഞ്ഞിട്ട് അണ്ണാത്ത മെസ്സേജ് അയക്കും. ആരും തന്നെ തലവര് ലെമൺ ടീ ബാലനെ പിടിക്കും. എന്നിട്ട് ലെമൺ ടീ ബാലനെ തലയായിട്ട് കെട്ടിത്തൂക്കി ഹോസ്പിറ്റലിന്റെ മണ്ടയിലിട്ട് ആട്ടും. അപ്പൊ അത് ബാല പറയും എടാ കൊല്ലടാ അണ്ണനെ കൊല്ലടാ ഇല്ലെങ്കിൽ എന്നെ കൊല്ലൂടാന്ന് പറയും. അങ്ങനെ ലെമൺ ടീ ബാല താഴ്ത്തി വീണ് സോസായതറിഞ്ഞാൽ നമ്മുടെ ഗുണ്ടകള് MPനെ കൊല്ലാനിട്ട് ഓടിക്കും. നല്ല ബെസ്റ്റ് ഗുണ്ടകളാ, ലോക നിലവാരത്തിലുള്ള ഗുണ്ടകളായോണ്ട് തന്നെ MPനെ ഇവന്മാർക്ക് കൊല്ലാൻ പറ്റൂല. MP രക്ഷപ്പെടും. ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട നമ്മുടെ MP നേരെ ഉത്തവ് പാറേക്കരുടെ അടുത്ത് പോകും. എന്നിട്ട് MP ഊപ്പി എടുത്ത് പറയും കണ്ട തമിഴന്മാരുടെ നിന്ന് വെട്ടുകൊണ്ട് ചാവണനെ കാട്ടി ഞാൻ അണ്ണന്റെ വെട്ടുകൊണ്ട് ചത്തോളാം. അണ്ണൻ എനിക്ക് വേണ്ടി ഒരു ചെറിയ ഉപകാരം മാത്രം ചെയ്താൽ മതി. എനിക്ക് വേണ്ടി അണ്ണാത്തെടുത്ത് അണ്ണൻ പ്രതികാരം ചെയ്യണം. ഈ ഊപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഊപ്പിക്കൊരു വൃത്തിയില്ല. താടി മുടി എന്നിട്ട് പോത്തിനെ കെട്ടുന്ന സ്ഥലത്തിരുന്ന് ബിരിയാണിയൊക്കെ തിന്ന ഒരു വൃത്തികെട്ട ഒരു നാറിയാണ് ഇയാള്. അങ്ങനെ സ്റ്റെപ്പ് ബ്രദറിന് വേണ്ടി പ്രതികാരം ചെയ്യാനായിട്ട് നമ്മുടെ ഊപ്പി കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഊപ്പി ഉടൻ തന്നെ നമ്മുടെ തലവരാണ് അണ്ണാത്തെന്നുള്ള കാര്യം മനസ്സിലാക്കും. എന്നിട്ട് തലവരെ വിളിച്ചിട്ട് പറയും തങ്കച്ചിനെ 1 മണിക്കൂറിൽ വെട്ടി കൂട്ടൂടാ, മര്യാദയ്ക്ക് വേണമെങ്കിൽ വന്ന് രക്ഷിച്ചോളാൻ. ഇത് കേട്ട ഉടനെ നമ്മുടെ തലവര് ഊപ്പിയുടെ വണ്ടിയിലേക്ക് വേറൊരു വണ്ടി ഇടിച്ച് കയറ്റിയിട്ട് അവിടെ ഡ്രാഗ് റേസ് നടത്തും. തലവര് ഡ്രാഗ് റേസ് നടത്തുന്നതിനിടയ്ക്ക് ഗിയറൊക്കെ ഇടും. അപ്പോഴാണ് തങ്കച്ചിനെ ആക്രമിക്കാൻ ഗുണ്ടകൾ പോയിട്ടുള്ള കാര്യം നമ്മുടെ തലവര അറിയണം. തലവരുടനെ തന്നെ ഗുണ്ടകളുടെ പുറകെ വെച്ച് പിടിക്കും. തലവർ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ പട്ടുവിനെയും തങ്കത്തിനെയും വെട്ടാനായിട്ട് ആൾക്കാർ അവിടെ ചെന്നിട്ടുണ്ടാവും. തലവര് ടെറസിന്റെ മണ്ടയിൽ കയറി നിന്നിട്ട് പട്ടുവിന്റെ അടുത്തും തങ്കത്തിന്റെ അടുത്തും പറയും
ഡേ വന്തപ്പക്കം പോടാ, നീ ഇന്തപ്പക്കം പോടാ, കാറുള്ളിൽ കയറടാ എന്നൊക്കെ പറഞ്ഞിട്ട് തലവർ വിളിച്ചു പറയും. ഒരു സ്ഥലത്തെത്തുമ്പോഴത്തേക്ക് നമ്മുടെ ഗുണ്ടകളെല്ലാം ചേർന്ന് തങ്കത്തിനെ ലോക്ക് ചെയ്യും. പക്ഷെ തലവർ തങ്കം അറിയാണ്ട് തന്നെ തങ്കത്തിനെ ബാക്കിൽ നിന്ന് രക്ഷിക്കും. എന്നിട്ട് തങ്കം സെന്റിമെന്റ്സോടെ ഗുണ്ടകടുത്ത് വയ്ക്കും, ആരടാ എന്നെ രക്ഷിക്കുന്നത്, ആരടാ എന്നെ കാപ്പാത്ര. ഈ സീനൊക്കെ തിയേറ്ററിൽ നിന്ന് കണ്ട് ഞാൻ ചിരിച്ച് ചത്ത്. അവസാനം നമ്മുടെ ഊപ്പി കീർത്തി സുരേഷിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ തലവർ ബാക്കിൽ കൂടെ വന്നിട്ട് തലവരും ഊപ്പിയായിട്ട് മല്ലയുദ്ധമായിരിക്കും. ഇവർക്ക് രണ്ടുപേർക്കും വയ്യാത്തോണ്ട് ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്ത് അനങ്ങാണ്ടിരുന്നാണ് ഇടികൂടുന്നത്. അവസാനം തലവര് ഊപ്പിയുടെ പുറത്ത് സ്റ്റീൽ പ്ലേറ്റ് തള്ളിയിട്ട് കൊല്ലും. അണ്ണന്റെ ഈ വയസ്സാം കാലത്ത് ഒളിച്ചു കളിക്ക് നിർത്ത്, നേരെ പുറത്തു വാ എന്ന് പറയും. ഇത് കേട്ട ഉടനെ നമ്മുടെ തലവര് പുറത്തിറങ്ങി വന്നിട്ട് കുറച്ച് സെന്റിമെന്റ് എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് തങ്കത്തിനെയും കെട്ടിപ്പിടിച്ച് പടം കഴിഞ്ഞ് ഞാൻ പോകുന്നു. ബൈ ബൈ.